അന്നത്തെ കുട്ടികൾ അവരുടെ ഉത്സാഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്കിനി എല്ലാ വർഷങ്ങളിലും ഇവിടെ പൂജാ മഹോത്സവം നടക്കുന്ന വേളകളിൽ ഈ ദേശത്തിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാം, കലാപരിപാടികൾ ആരംഭിക്കണമെന്ന ആഗ്രഹത്തിന് തുടക്കമിട്ടത്. അതിനുശേഷം അതിലൂടെ വളർന്നു വന്ന ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും മറ്റെല്ലാ നാട്ടുകാരുടെയും ദേശക്കാരുടെയും ഭാഗമായാണ് ഈ ദേശത്തിൻ്റെ തന്നെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതും പ്രതീകാത്മകമായും ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനം ഇന്ന് ഈ 11ാം വാർഷികം വരെ എത്തി നിൽക്കുന്നതിന് എല്ലാവരും അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ മാഷ് സൂചിപ്പിച്ച പോലെ ഇനി എന്താണ് നമ്മൾക്ക് വേണ്ടത് എന്ന് പല കോണുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും അനുഭവത്തിലുള്ള അഭിപ്രായങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥല സൗകര്യം, ഒരു സാംസ്കാരിക പരിപാടി നടത്തുകയോ കലാപരമായ പരിപാടി നടത്തുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഈ ദേശത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിക്കുള്ള ഒരു സൗകര്യക്കുറവ് നമ്മൾക്കുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് കടക്കുന്നതിന് ചില പരിമിതികളും ആചാരപരമായിട്ടുണ്ട്. അപ്പോൾ അതിനെയെല്ലാം മറികടക്കുന്ന രീതിക്ക് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെ ചില വികസന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ മനസ്സിലും കാണുന്നുണ്ട്. അതിലേക്കെല്ലാം ഈ ക്ഷേത്രവും ഈ ദേശവാസികളും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നാണ് അറിയിക്കാനുള്ളത്. കൂടാതെ അന്നത്തെ കുറേ പ്രവർത്തനങ്ങളുടെ ഫലമായി കുറേ വികസന പ്രവർത്തനങ്ങളും പരിപാടികളും ഉണ്ടായെങ്കിലും ഇടക്കാലയളവിലത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നിന്നുപോവുകയും തുടർന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിലും ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുമുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ദേശത്തിൻ്റെ തന്നെ വികസനമാണെന്ന് ഉള്ള രീതിക്ക് നമ്മളൊരു അബാക്കസിൻ്റെ ഒരു ക്ലാസ്, അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓർമ്മശക്തിയും കഴിവും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ മറ്റുള്ള നമ്മുടെ അറിവിലൂടെയുള്ള ടീച്ചേഴ്സിനെ കണ്ടെത്തി ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഈ ക്ഷേത്രത്തിനകത്തുള്ള ബിൽഡിങ്ങിൽ എല്ലാ ഞായറാഴ്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തുടക്കത്തിൽ കൂടുതൽ കുട്ടികൾ വന്നെങ്കിലും അത് പിന്നീട് കുറഞ്ഞു പോയും ഇപ്പോൾ വീണ്ടും പൂർവാധികം ശക്തിയായി അത് കൂടുതൽ കുട്ടികൾ എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം നമ്മളത് തുടർന്ന് ഇതേപോലെ ഒരു നാടൻ പാട്ടിൻ്റെ തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ആ സമ്മാനങ്ങളെല്ലാം കൊടുത്തത്. ഇപ്രാവശ്യം അതുപോലെ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് ആ അബാക്കസിൻ്റെ സ്മാർട്ട് അബാക്കസിൻ്റെ വകയായിട്ടുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും, കൂടാതെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, ഇവിടെ എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും അദ്ദേഹത്തെ ഓർമ്മിക്കാതെ അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ നമ്മൾക്ക് ഇവിടം വിട്ട് പോകാൻ കഴിയില്ല. എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തുന്ന നമ്മുടെ ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ EC അവരുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ വകയായിട്ടുള്ള അബാക്കസ് വിദ്യാർത്ഥികൾക്കുള്ള ഒരു സമ്മാനവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നമ്മൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതും ഈ വേദിയിൽ വെച്ച് കൊടുക്കുന്നതാണ്. ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, മത്സരത്തിന് വേണ്ടിയിട്ടുള്ള കഴിവുകൾ ഈ സമൂഹത്തിലെ കുട്ടികൾക്ക് നേടിയെടുക്കാനും അതിനുവേണ്ട പ്രവർത്തനങ്ങളും സപ്പോർട്ടുകളും ഈ സമൂഹം ആ കുട്ടികളിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങൾക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി അല്ലെങ്കിൽ രാസലഹരിക്കെതിരെ ഉള്ള പോരാട്ടങ്ങളിലാണ് എല്ലാ രക്ഷിതാക്കളും. അതിനോടൊപ്പം തന്നെ മൊബൈൽ എന്ന മാരകമായ ഒരു വശത്തുള്ള പഠനത്തെ കുറയ്ക്കുന്നൊരു രീതി. ഒരുപാട് അറിവുകൾ മൊബൈൽ കൊണ്ട് നേടാമെങ്കിലും അറിയാമെങ്കിലും ഒരു പരിധിവരെ നമ്മളെ വഴിതിരിച്ചു വിടുന്ന 2 മുഖ്യ ഘടകങ്ങളാണ് ഇന്ന് വിദ്യാർത്ഥികളെ പുറകോട്ട് വലിക്കുന്നത്.
ഇപ്പോൾ രാസലഹരിയിലേക്ക് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പല ഭാഗങ്ങളും ഒരു കാലഘട്ടം തന്നെ സമൂഹം തന്നെ ഒന്നിച്ച് അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ആ വിദ്യാർത്ഥികളുടെ കടന്നുകയറ്റം. അതിലേക്കെല്ലാം അറിവിലൂടെ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് ആ കുട്ടികളെയും വിദ്യാർത്ഥികളെയും കൊണ്ടുവന്ന് നേർവഴിക്ക് നയിക്കാൻ ഈ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളും ഈ സമൂഹം നാട്ടുകാരും ഭക്തരും എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ആ വരുന്ന തലമുറയെ നേർവഴിക്ക് നയിക്കാൻ എല്ലാവരും ഒപ്പം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഇന്നത്തെ പരിപാടിക്ക് ഈ കലാ സാംസ്കാരികം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ ഈ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഈ കളിക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും, രക്ഷിതാക്കൾക്കും ഈ സമൂഹത്തിലെ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി രണ്ടു പേർക്ക് സംസാരിക്കാൻ നമ്മുടെ സമുദായ വെളിച്ചപ്പാട് മുത്തന്തമ്പട്ടിയെ അമ്മയെ ശരണം, ദേവി ശരണം. ഈ വർഷത്തെ ഭൂതമഹോത്സവം നമ്മൾ ഇവിടെ വെച്ച് നടത്തി. എല്ലാം ആദ്യമായി തന്നെ 1, 2, 3 കാര്യങ്ങൾ നടന്നു. ആദ്യത്തെ അമ്മയ്ക്ക് വേണ്ടി നിവേദ്യം ചെയ്തു, രണ്ടാമത് മകൾക്ക് വേണ്ടി നിവേദ്യം ചെയ്തു, മൂന്നാമത് അമ്മൻ്റെ മുമ്പ് പൂർവികമായിട്ടുള്ള പൊറാട്ട് നാടകം, അത് മുമ്പ് പൂർവികമായി നടത്തി വരുന്നതാണ്, അത് നടന്നു. അന്നതിന് ശേഷമാണ് ഇപ്പോൾ കുട്ടികളിൻ്റെ കലാപരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഭംഗിയായി നടത്തുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. മുമ്പ് പൂർവികമായി നടന്നതൊന്നും ഇപ്പം നടത്തുന്നില്ല. അതൊക്കെ മാറ്റം വരുന്നു, മാറ്റം വരുത്തി അത് ആണ് നടന്നു വരുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ വിധത്തിൽ നടത്തി നമ്മളെ വിജയിപ്പിച്ച് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാവരും ഭക്തജനങ്ങളും എല്ലാവരും കൂടി അത് സഹകരിച്ച് നടത്തണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. എൻ്റെ നന്ദി. അടുത്തത് ഈ അബാക്കസ് ജില്ലാതല വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. ആദ്യത്തെ പരിപാടി രംഗപൂജയാണ്. അനശ്വര ഡോട്ടർ ഓഫ് രാജേഷ്, ആ കുട്ടി റെഡിയായിരിക്കേണ്ടതാണ്. ആ സമ്മാനദാനം അബാക്കസ് ജില്ലാതല വിജയികൾക്ക്. അത് ആ പേര് വായിക്കുന്നതിന് വേണ്ടി ഈ അബാക്കസിന്റെ ക്ലാസ് എടുക്കണം. നല്ല രീതിയിൽ ക്ലാസ് എടുത്തത് കാരണമാണ് ഈ ജില്ലാതലത്തിലൊക്കെ വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ ആ രമ്യ പേര് വായിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളും റെഡിയായി നിൽക്കണം. ആ സമ്മാനം നിർവഹിക്കുന്നതിന് വേണ്ടി മറ്റേ വെളിച്ചപ്പാട് ചിപ്രതമ്പട്ടിയെ ക്ഷണിക്കുന്നു ആദ്യമായി. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ 3-4 വർഷമായി ഇപ്പോൾ ക്ലാസ് എടുക്കണു. അബാക്കസിന്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇവിടെ ഒരുവിധം കുറേ കുട്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ജൂനിയർ ലെവലും സീനിയർ ലെവലും എടുക്കുന്നുണ്ട്. നവംബർ 23-ാം തീയതി ഡിസ്ട്രിക്ട് ലെവൽ എക്സാം വ്യാസ് സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇവിടെ നിന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും റാങ്ക് ഉണ്ട്, മികച്ച റാങ്ക് തന്നെ ഉണ്ട്. നമ്മുടെ ജൂനിയർ ലെവൽ കുട്ടികൾ വെറും 2 മിനിറ്റും 2.5 മിനിറ്റും കൊണ്ടാണ് 50 ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് പിന്നീടുള്ള ഇനി നമ്മൾ ജീവിച്ച ലോകമല്ല, ഇനി വരുന്നത് ഫുൾ കോമ്പറ്റീഷൻ്റെ ലോകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാംസും കാര്യങ്ങളും പങ്കെടുക്കുമ്പോൾ അവർക്ക് PSC എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. SSC പോലുള്ള എക്സാംസ് എല്ലാം. അത് മാത്രമല്ല, നമ്മൾ മെൻ്റൽ എബിലിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ബ്രെയിൻ ജിം എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വേറൊന്നും പറയാനുള്ള, എനിക്ക് ഇതിനൊരു അവസരം തന്ന കമ്മിറ്റിക്കാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ പേര് വിളിക്കുന്നതാണ്. ആദ്യം വിളിക്കുന്നത് ജൂനിയർ ലെവൽ ജൂനിയർ കുട്ടികളെയാണ് വിളിക്കുന്നത്. ധൻവിക TS, ധൻവിക ഫസ്റ്റ് റാങ്ക്.
Danvin TS, first rank, junior level. Advik R, junior level, first rank. Tanvi, first rank. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യൂ, നമ്മുടെ കുട്ടികളല്ലേ? അതിരഥൻ എസ്, ഫസ്റ്റ് റാങ്ക്. ഇനി വിളിക്കാൻ പോകുന്ന സീനിയർ ലെവൽ സ്റ്റുഡൻസിന്റെ പേരാണ്. എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. പ്രഗ്യ പ്രസാദ്, ഫസ്റ്റ് റാങ്ക്. അഭിരാമി MA, ഫസ്റ്റ് റാങ്ക്. അഭിനന്ദ് CV, ഫസ്റ്റ് റാങ്ക്. അഭിൻ, ഫസ്റ്റ് റാങ്ക്. മാധുര്യ, ഫസ്റ്റ് റാങ്ക്. എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. ദൃശ്യ, ഫസ്റ്റ് റാങ്ക്. അക്ഷയ്, അടുത്ത അക്ഷയ്. ശിവന്യ MS, ഫസ്റ്റ് റാങ്ക്. ആദർശ് M, ഫസ്റ്റ് റാങ്ക്. അടുത്ത ധ്വനിയാണ്. ധ്വനി S, ഫസ്റ്റ് റാങ്ക്. അടുത്ത സനശ്രീ S, ഫസ്റ്റ് റാങ്ക്. ശിഖ ES, സെക്കൻഡ് റാങ്ക്. അനജ്,
അടുത്ത അനുജാണ്. അനുജ് PA സെക്കൻഡ് റാങ്ക്. അനുഗ്രഹായം സെക്കൻഡ് റാങ്ക്. ശ്രീരാഗ് ES സെക്കൻഡ് റാങ്ക്. ഐശ്വജിത്ത് S അടുത്തത്. ഐശ്വജിത്ത് S സെക്കൻഡ് റാങ്ക്. ശിശിര ES തേർഡ് റാങ്ക്. എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. ദിൽഷ के थर्ड रैंक. അടുത്ത പ്രതീക്ഷ തേർഡ് റാങ്ക്. ഈ ലാസ്റ്റ് സ്റ്റുഡന്റിന് വരെ വിളിക്കാൻ പോണ തൃശ്ശൂർ PM തേർഡ് റാങ്ക്. കമ്മിറ്റി സെക്രട്ടറി അനൂപിന്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ വിദ്യാർത്ഥികൾ, സ്വാഗതം ആശംസിച്ച മിനീഷ്, അധ്യക്ഷൻ ശ്രീധരൻ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ക്ഷേത്ര പൂജാരിമാർ, കാരണവന്മാർ, ആശംസകൾ അറിയിച്ച രാധാകൃഷ്ണൻ മാസ്റ്റർ VSS ഏരിയ ട്രഷറർ, ശിവദാസൻ EN VSS ഏരിയ സെക്രട്ടറി, ബിന്ദു ശ്രീധരൻ VSS വനിതാ സ്വയം സഹായ സംഘം പ്രസിഡന്റ്, അതേപോലെ തന്നെ അബാക്കസിൻ്റെ ജില്ലാതല മികവിന് സർട്ടിഫിക്കറ്റും ട്രോഫിയും വാങ്ങിയ വിദ്യാർത്ഥികൾ, ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾ, സഹോദരി സഹോദരന്മാർ, രക്ഷിതാക്കൾ, അതേപോലെ തന്നെ ഈ അബാക്കസിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനം സ്പോൺസർ ചെയ്ത നമ്മുടെ ഉണ്ണികൃഷ്ണേട്ടൻ്റെ ഫാമിലിക്കും, കൂടാതെ ഇന്നിവിടെ ഈ പരിപാടിക്ക് സൗണ്ടും ലൈറ്റും ചെയ്യുന്ന സിയാൻ സൗണ്ടിനും എൻ്റെ അമ്പല കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടി അവസാനിച്ചു. ഇനി അടുത്തത് കലാപരിപാടികളാണ്. ആദ്യത്തെ പരിപാടി രംഗപൂജയാണ്. ആ കുട്ടി റെഡി ആയിരിക്കണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. അനശ്വര ഡോട്ടർ ഓഫ് രാജേഷ്. രണ്ടാമത്തെ പരിപാടി സെമി ക്ലാസിക്കലാണ്. ആദിത ഡോട്ടർ ഓഫ് ബിജു. മൂന്നാമത്തെ ഗ്രൂപ്പ് ഡാൻസ് ആണ് അംഗൻവാടി കുരുന്നുകളുടെ. അൻവിക ഡോട്ടർ ഓഫ് ബിജു, ധ്രുപദ ഡോട്ടർ ഓഫ് ഭാഗ്യരാജ്, ദിബിഷ കൃഷ്ണ ഡോട്ടർ ഓഫ് രഞ്ജിത്ത്, അശ്വിക ഡോട്ടർ ഓഫ് പ്രസാദ്, ഇവാനിക ഡോട്ടർ ഓഫ് വരുൺ, ജിബിൻ സൺ ഓഫ് ജയൻ, നിർബിൻ സൺ ഓഫ് പ്രദീപ്. ഇവരെല്ലാവരും റെഡിയായിരിക്കണം. നാലാമത്തെ സബിനന്ദന ഡോട്ടർ ഓഫ് ബാബു, ശ്രേയസ് ഡോട്ടർ ഓഫ് സുമേഷ്, ധീരജ് സൺ ഓഫ് രമേഷ്. ഇനിയിപ്പോൾ ഓർഡർ പ്രകാരം ഈ പരിപാടി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വായിക്കും ഇവിടെ. അപ്പോൾ ഈ കുട്ടികൾ റെഡിയായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.